ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ലോട്ടറി അടിച്ച പോലെയാണ് CPM. എന്താണെന്നറിയാം, പിന്നെ അവന്റെ പേരിൽ ഫണ്ട് പിരിക്കുക, എന്നിട്ട് അത് അടിച്ചു മാറ്റാം. ഞാൻ വിഷമിച്ചു പോയത് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇവര് നടത്തിയ കള്ളത്തരം പുറത്തു പറഞ്ഞു. അയാളെ പുറത്താക്കി. കള്ളത്തരം ചെയ്തവനെയല്ല പുറത്താക്കിയത്, അയാളെ പുറത്താക്കി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരെ നടപടിയില്ല. അയ്യപ്പന്റെ സ്വർണം കട്ട CPM നേതാക്കൾക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷിയുടെ ഫണ്ട് മോഷ്ടിച്ച കാര്യം പുറത്തു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെതിരായി നടപടി. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. നീ ഗോവിന്ദ മാഷോട് ചോദിച്ചാൽ കൂടുതൽ പറയും, കൺഫ്യൂഷൻ ആക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പറയും. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. കട്ടവന് നടപടിയില്ല, കളവ് ചൂണ്ടിക്കാണിച്ചവന് പാർട്ടിയുടെ പുറത്തേക്ക്. ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഇവിടെ മാത്രമല്ല. ആ അഭിമന്യുവിന്റെ രക്തസാക്ഷി പയ്യൻ, പാവപ്പെട്ട കുടുംബം, അവനെ കുത്തിക്കൊന്ന അതിന് രക്തസാക്ഷി ഫണ്ട് പിരിച്ചു. തിരുവനന്തപുരത്ത് ഒരു വിഷ്ണുവിനെ സംഘപരിവാറുകാർ കൊന്നു, അതിന്റെ പേരിൽ പണം പിരിച്ച പണം മുഴുവൻ അടിച്ചു മാറ്റി. വിഷ്ണുവിന്റെ കുടുംബം CPM കുടുംബമാണ്. മകൻ നഷ്ടപ്പെട്ട, അനുജൻ നഷ്ടപ്പെട്ട ആ കുടുംബം. ഞാൻ ഈ പുതുയുഗ യാത്ര ആരംഭിക്കാൻ കാസർഗോഡേക്ക് പോരുന്നതിന്റെ തലേ ദിവസം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് കാസർഗോഡേക്ക് യാത്രയായത്. രക്തസാക്ഷിയുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി CPM മാറി. വെറുക്കുന്ന പാർട്ടി.